ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു 3-4 ദിവസമായി കണ്ടിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചു വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും കമന്റ് സെക്ഷനിലും കുറേ എവിടെടാ നീ ചത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ തന്നെ ഉണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇച്ചിരി തിരക്കായിരുന്നത് കൊണ്ടാണ് കേട്ടോ. എല്ലാവട്ടത്തെ കൂട്ട് ഹോസ്പിറ്റലൊന്നും ആയിരുന്നില്ല. അപ്പൊ ഇന്നത്തെ സബ്ജക്ട് 2 ദിവസമായിട്ട് ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നു. അപ്പാനിയുടെയും ബിൻസിയുടെയും ഒരു വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണോ നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ അനുമോളുടെ പ്ലാച്ചിപ്പാവയും അതിനകത്ത് കൂടുപത്ര ഉണ്ട്, എന്തൊക്കെ തകിടൊക്കെ വെച്ചിട്ടാണ് അതിനകത്തൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ പറയുന്ന ഒരു ചാനലിനകത്തൊക്കെ ഈ ഒരു വീഡിയോ കിട്ടിയേക്കുന്നത് കണ്ടു. ബേപ്പൂർ സുൽത്താന്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഭയങ്കര ആധികാരികമായിട്ട് കുക്കുടാതി എന്നൊക്കെ പറഞ്ഞ് മാരക എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഏറ്റവും അവസാനം വന്നിട്ട് പറയും ഇതൊക്കെ ഉടായിപ്പാണ്, നിങ്ങൾ ഇതിനകത്ത് വിശ്വസിക്കരുത്. പുള്ളിയുടെ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അത് വിശ്വസിക്കാത്തവരും കൂടെ വിശ്വസിച്ചു. അത് അവസാനത്തെ 10 സെക്കൻഡ് കാണാതെ ബാക്കി ഇത്രയും കണ്ടിട്ട് പോകുന്നവരാണെങ്കിൽ അനുമോളുടെ പ്ലാച്ചിപ്പാവയ്ക്കകത്ത് കൂടുപത്ര ഉണ്ടെന്ന് നമ്മൾ ആരാണെങ്കിലും വിശ്വസിക്കും. ആ രീതിയിലാണ് പുള്ളിയാണ് പ്രസന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അനുമോളുടെ പ്ലാച്ചിപ്പാവയ്ക്കകത്ത് കൂടുപത്രം ഉണ്ടെന്നോ നമ്മള് ബിഗ് ബോസ് സമയത്ത് പല രീതിയിലും ഞാൻ തന്നെ ഇതിനെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അനുമോൾക്കെതിരെ തിരിഞ്ഞവർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട്, അനുമോളുടെ പ്ലാച്ചി ശാപം കാരണം ഞാൻ വരെ ഹോസ്പിറ്റലിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് നോക്കിയാൽ മതി. ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അനുമോൾക്കെതിരെ പ്രവർത്തിച്ച് ഒരുപ്പെട്ട എല്ലാ എണ്ണത്തിനും ചിമിട്ടം പണി കിട്ടി എന്നുള്ളതാണ്. ഇന്റർവ്യൂവിനകത്തൂടെ അനുമോളെ അവരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബിൻസി, RJ ബിൻസിക്കും അപ്പാനിക്കുമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വലിയ പണി കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ് ശൈത്യ, കട്ടപ്പ, പിന്നെ ആദില, നൂറ, ഇവരെല്ലാവരും അനുമോൾക്കെതിരെ പറഞ്ഞവരാണ്. ഇവർക്ക് എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ പണിയായിട്ട് നോക്കാം. ആദ്യം അപ്പാനി, ബിൻസി. ഇപ്പൊ ഇവരുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വീഡിയോ അതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കാണ് ഇവർക്ക് കിട്ടിയേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ആ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിയുടെ വൈഫിന്റെ കാര്യം. അവര് പ്രഗ്നന്റ് ആണ്. സോ അവരുടെ ഒരു ഇമോഷനെ നമ്മൾ മാനിക്കണം. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനോ നിൽക്കാത്തത്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ ബിൻസിയൊക്കെ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ അമ്മാതിരി കാട്ടായങ്ങളാണ്. അപ്പൊ ബിൻസിക്കും അപ്പാനിയുടെയും ഇപ്പൊ ഏത് അവസ്ഥയിലാണ് നമുക്ക് പോലും അറിയത്തില്ല ഗൈസ്. എന്താണെങ്കിലും വളരെ പരിതാപകരാവസ്ഥയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഒളിക്യാമറയൊക്കെ വെച്ചിട്ട് ഏതോ ഒരുത്തൻ എടുക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് പുറത്ത് വന്നേക്കുന്നത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല. അതെന്താന്ന് വെച്ചാൽ അവർ തന്നെ സോൾവ് ചെയ്യട്ടെ. അടുത്തത് നമ്മുടെ കട്ടപ്പ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഫ്ലൈറ്റ് വിളിച്ച് നാട്ടിലോട്ടാണ് വരേണ്ടത്. കട്ടപ്പ ചെന്നൈയിൽ നിന്ന് നേരെ നാട് വിട്ടുപോയതാണ്. കാര്യം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിലോട്ടാണ് വരുന്നത്. എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ ഓൺലൈൻ ടീംസ് അവിടെ ഉണ്ടാവും. അവര് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞാലും മറുപടി പറഞ്ഞില്ലെങ്കിലും എയറിൽ എന്താണെങ്കിലും പോവും. അതുകൊണ്ട് നമ്മുടെ കട്ടപ്പ വേറൊരു പ്ലാൻ ഇറക്കി, കുടുംബസമേതം ഒരു തീർത്ഥാടന യാത്ര പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണല്ലോ വാരണാസി. അതുകൊണ്ട് വാരണാസിയിലോട്ട് കുടുംബസമേതം വെച്ച് പിടിച്ചു. ഇപ്പൊ നാട്ടിൽ എന്തായാലും ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് വഴി ലാൻഡ് ചെയ്തത് നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ഓൺലൈൻ മീഡിയസിന്റെ ഒന്നും കണ്ടിപ്പെടാതാണ് കട്ടപ്പ നാട്ടിൽ എത്തിയേക്കുന്നത്. അപ്പൊ കട്ടപ്പായ്ക്ക് കിട്ടിയ കട്ടപ്പാര പണിയെ പറ്റി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അനുമോൾക്കിട്ട് പണിഞ്ഞ കട്ടപ്പാട അവസ്ഥ ഇപ്പം വളരെ ശോകാവസ്ഥയാണ്. അതുപോലെ തന്നെ കട്ടപ്പാട പഴയ ഇന്റർവ്യൂവിന്റെ വീഡിയോസ്, പഴയ ചാനലിനകത്ത് പോയ പരിപാടിയുടെ വീഡിയോസ് എല്ലാം കുത്തിപ്പിറക്കി കൊണ്ടുവന്നിട്ട് ട്രോളി കൊല്ലുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ അഖിൽമാരാറുടെ അണ്ണാക്കിലിരിക്കുന്നതും കൂടെ മേടിച്ചു കൂട്ടി കട്ടപ്പ എന്നുള്ള പേര് മാറ്റി ഇപ്പൊ മാക്രി എന്നും കൂടെ ആയിട്ടുണ്ട്. മാക്രി കട്ടപ്പ എന്നും കൂടെ പേര് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മിണ്ടാൻ വന്നില്ല. മിണ്ടിയായിരുന്നു തീർന്നേനെ. ഇത് ജീവിതകാലം മൊത്തം ആ മാക്രി എന്നുള്ള വിളിപ്പേര് കേൾക്കേണ്ടി വന്നേനെ. അപ്പൊ അനുമോൾക്കിട്ട് കട്ടപ്പാക്കുത്തു കുത്തിയ കട്ടപ്പാട അവസ്ഥ ഇതാണ്. അത് കഴിഞ്ഞ് ആദില നൂറ പുറത്തിറങ്ങിയ ശേഷം അനുമോളെ പറ്റി കൂടുതൽ ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ അവരാധിക്കാനോ നിന്നില്ല. പക്ഷെ എന്നാൽ പോലും വലിയൊരു കോൺട്രവേഴ്സിയിൽ ആദില നൂറ പെട്ടിട്ടുണ്ടായിരുന്നു. ഫൈസൽ മലബാറിന്റെ ഇഷ്യൂ അത് ഭയങ്കരമായിട്ട് മെയിൻ സ്ട്രീം ചാനൽ വരെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ആദില നൂറെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ആദില നൂറയുടെ ഭാഗത്താണ് ന്യായം. എന്നിരുന്നാൽ പോലും എന്റെ കമന്റ് സെക്ഷൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാര്യം അത്രയും ഹേറ്റ് ബിഗ് ബോസിന്റെ സമയത്ത് എന്റെ കമന്റ് സെക്ഷനിൽ ആദില നൂറയുടെ കോണ്ടന്റ് ഇടുന്ന സമയത്ത് അവർക്ക് അത്രയും പോസിറ്റീവായിട്ട് നിന്ന കമന്റ് സെക്ഷൻ അതേ സെയിം ഓഡിയൻസ് വന്നിട്ട് നേരെ ഉൾട്ടടിച്ച് ഇവരെ ചീത്ത വിളിക്കുന്ന തരത്തിൽ ഇവർക്ക് അത് തന്നെ വേണം എന്നുള്ള തരത്തിലോട്ട് ആളുകൾ തിരിഞ്ഞു എന്നുള്ളതാണ്. ഈ ഫൈസൽ മലബാർ മാപ്പ് പറഞ്ഞെങ്കിൽ പോലും ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ ഫൈസൽ മലബാർ ചെയ്തത് ശരിയാണ് എന്നുള്ള ഒരു തരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ അത് ഭയങ്കര ഒരു നെഗറ്റീവ് സാധനം തന്നെയാണ് ആദിലേക്കും നൂറയ്ക്കും ആ ഒരു സംഭവം, ആ ഒരു ഇൻസിഡന്റ് സമ്മാനിച്ചത്. ആ ഒരു ഇഷ്യൂ കാരണം അടങ്ങിയിരുന്ന കുറെ
കുറെ ആൾക്കാർ മുന്നിലോട്ട് വന്നു ഇവരെ എതിർക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അക്ബർ പുറത്തിറങ്ങിയതിനു ശേഷം അധികം ഒന്നും ഇവരെ അനുമോളെ പറ്റി സംസാരിക്കാനോ ഒന്നും നിന്നില്ല. അകത്ത് വെച്ചുണ്ടായ സംസാരം മാത്രമേ അക്ബറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ മാന്യമായിട്ടാണ് അക്ബർ ഇടപെട്ടത്. ഇപ്പം മറ്റേ ഏഷ്യാനെറ്റിനകത്ത് ഒരു മ്യൂസിക് പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കാൻ ചെല്ലുന്ന സമയത്ത് തന്നെ അനുമോളുടെ മറ്റേ പാവാടയൊക്കെ അക്ബർ പൊക്കി പിടിക്കാൻ സഹായിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അകത്ത് വെച്ച് കാണിച്ച ആ ഒരു ഗ്രഡ്ജ് ഒന്നും പുറത്തിറങ്ങിയോ പുള്ളി കാണിച്ചില്ല. പക്ഷെ എന്നാൽ പോലും അക്ബർ പുറത്തിറങ്ങിയ സമയത്ത് ചെറുതായിട്ടൊന്ന് ഏറിപ്പോയായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ കെട്ടിപ്പിടിക്കാത്തതിന്റെ പേരിൽ അക്ബർ എയർപോർട്ടിൽ നിന്ന് ഓടി വന്ന സമയത്ത് ഭാര്യയെ ഇഗ്നോർ ചെയ്തിട്ട് ഉമ്മയെ പോയി കെട്ടിപ്പിടിക്കുന്നു, ഭാര്യയെ കെട്ടിപ്പിടിക്കാൻ വന്നിട്ട് ഭാര്യയെ മാറ്റി നിർത്തുന്നു, ഭാര്യയെ തഴയുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കമന്റ് സെക്ഷനിൽ അക്ബറിനെതിരെ കുറെ ട്രോൾസും കുറെ കമന്റും ഒക്കെ വരികയുണ്ടായി. അങ്ങനെ ചെറുതായിട്ട് അക്ബർ ഒന്ന് ഏറിപ്പോയിരുന്നു. വലിയ രീതിയിലില്ല, എന്നാലും ചെറുതായിട്ട് കിട്ടിയൊരു പണിയാണത്. പിന്നെ ഇതിനകത്ത് വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട വ്യക്തി നമ്മുടെ നെവിനാണ്. നെവിനും അനുമോളും അതിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് കീരിയും പാമ്പും ആയിരുന്നെങ്കിൽ പോലും പുറത്തിറങ്ങിയ സമയത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അനുമോൾ എടുത്ത് കാണുകയും ബാക്കി ഉള്ള കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ അനുമോളുടെ വീട്ടിൽ പോവുകയും കുറെ ഫൺ മൊമെന്റ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ഇപ്പം ചാനലിനകത്ത് പ്രോഗ്രാമിന് വന്ന സമയത്തും അനുമോളും നെവിനുമാണ് ആ ഒരു ഷോ തന്നെ, ആ ഒരു എപ്പിസോഡ് തന്നെ ഭയങ്കരമായിട്ട് ഒരു എന്റർടൈനിങ് ആക്കി തീർത്തത്. ഇപ്പൊ നെവിന്റെ അടുത്ത് മീഡിയാസ് ഒന്ന് ചോദിക്കുമ്പോഴും അത് അവിടെ കഴിഞ്ഞു, ഇപ്പൊ ആരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതി തന്നെയാണ് നെവിൻ നിന്നത്. അതുകൊണ്ട് തന്നെ നെവിന് പുറത്തിറങ്ങിയ ശേഷം വലിയ നെഗറ്റീവ് ഒന്നുമില്ല. ഇതിനകത്ത് രക്ഷപ്പെട്ടു പോയേക്കുന്ന വ്യക്തികൾ ഇപ്പം അക്ബർ ആയിരുന്നു ഏറ്റവും വലിയ അനുമോളുടെ ശത്രു. എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം അനുമോളെ പറ്റി അധികം സംസാരിക്കാത്തതിന്റെ പേരിൽ അക്ബർ വലിയ നെഗറ്റീവിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അനീഷും അധികം സംസാരിക്കുന്നില്ല. അനീഷ് എപ്പോൾ ആര് എന്തെങ്കിലും ചോദിച്ചാൽ വന്നാലും ഇങ്ങനെ ഇത് മാത്രമേ അണ്ണൻ അറിയത്തുള്ളൂ. അതിന്റെ അകത്ത് കിടന്ന് വായ്ത്താളം അടിക്കും, പുറത്തിറങ്ങിയിട്ട് ആര് വയ്ക്കാൻ വന്നാൽ ഇങ്ങനെ. ഇത് മാത്രമേ അനീഷിന് അറിയുന്നുള്ളൂ. അനീഷിന് രക്ഷപ്പെട്ടു, നെവിനും രക്ഷപ്പെട്ടു. പിന്നെ ചെറുതായിട്ട് ഈ അടുത്തിടയിൽ ജിഷിന്റെ ഭാര്യയും കൂടെ എയറിലൊന്ന് പോയായിരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടും ആരൊക്കെ അനുമോൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നല്ല ചിമിട്ടം പണി കിട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് കോയിൻസിഡൻസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ തമാശക്ക് പറയുന്നത് പോലെ പ്ലാച്ചിയുടെ ശാപമായിരിക്കാം. അനുമോൾ മറ്റേ പെരിങ്ങോട്ടുകാരെ ദേവസ്ഥാനത്തൊക്കെ പോയിട്ട് പൂജയൊക്കെ ചെയ്യാറുള്ള കുട്ടിയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആവാം, വല്ല തകിടൊക്കെ പൂജിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇനി കുറച്ച് ആൾക്കാരുടെ കാര്യത്തിലാണ് വളരെ സങ്കടം തോന്നുന്നത്. ഒന്ന് നമ്മുടെ ഉച്ചിഷ്ടേച്ചി ശാരിക ഗേവി, 2 റെന, 3 ബിന്നി. ഇവർക്കൊക്കെ ഇനി എന്ത് പണിയാണ് കിട്ടാൻ പോകുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാര്യം ഇവരും പുറത്തിറങ്ങിയ ശേഷം നല്ല രീതിയിൽ അനുമോൾക്കെതിരെ പ്രവർത്തിച്ച ടീംസ് ആണല്ലോ. അപ്പൊ പിന്നെ ഇവർക്കുള്ള പണിയും കുറെ കിട്ടുമായിരിക്കും, എന്താണെങ്കിലും നോക്കാം. സോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അനുമോൾക്ക് എതിരെ പ്രവർത്തിച്ചവരുടെ ഒക്കെ അവസ്ഥ ഇപ്പൊ ഈ പറഞ്ഞതുപോലാണ്. എന്നാൽ അനുമോളെ സപ്പോർട്ട് ചെയ്തവരൊക്കെ അത്യാവശ്യം പോസിറ്റീവായിട്ട് വലിയ കോൺട്രവേഴ്സിലൊന്നും ഇടപെടാതെ അവരവരുടെ കാര്യം നോക്കി പോകുന്നുണ്ട്. ഇപ്പം അഭിലാഷ് ആണെങ്കിലും ഒനീലാണെങ്കിലും അതുപോലെ തന്നെ ലക്ഷ്മി ആണെങ്കിലും മസ്താനി ആണെങ്കിലും ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രത്യേകിച്ച് കോൺട്രവേഴ്സിലൊന്നും പോയി പെടാതെ നല്ല രീതിയിൽ അവരവരുടെ കണ്ടന്റ് ആയിട്ട് മുന്നോട്ട് പോകും. എന്നാൽ അനുമോൾക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അനുമോളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ടീംസിന്റെ ഒക്കെ അവസ്ഥ നോക്ക്. ഇത് കോയിൻസിഡൻസ് ആണോ? ശരിക്കും ഇനി വല്ല ചാത്തന്മാരും ഉണ്ടോ ഇവിടെ പുറയിൽ? എനിക്ക് അറിയാൻ പാടില്ല, എന്തിനാണോ എന്തോ. മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ പുറത്തിറങ്ങിയതിനു ശേഷം അനുമോള് എടുത്തൊരു സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനോടും അഭിപ്രായം പറയാൻ നിന്നില്ല. ഇന്റർവ്യൂസ് കൊടുത്താലേ നല്ല കത്തിയനെ. എന്തൊക്കെ ചോദ്യങ്ങളാണ് ആങ്കർ ചോദിക്കാൻ, ആരാണെങ്കിലും ആങ്കറായിട്ട് വരുന്നതെങ്കിലും അവർ ചോദിക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാം എന്നുള്ള കാര്യം തന്നെയാണ്. ജിസേലിന്റെ ആര്യന്റെ ഇഷ്യൂ ചോദിക്കും, പാട്ടാ ഗേൾസിന്റെ ഇഷ്യൂ ചോദിക്കും, കട്ടപ്പാട് ഇഷ്യൂ ചോദിക്കും, അപ്പാനിയുടെയും മിൻസിയുടെ ഇഷ്യൂ ചോദിക്കും. എല്ലാം കോൺട്രവേഴ്സി ടോപ്പിക്സ് ആണ്. അനുമോൾ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂടിപ്പോയ ഈ സാധനങ്ങളെല്ലാം പുറത്തു വരും, വീണ്ടും ചർച്ചാ വിഷയമാവും. അതുകൊണ്ട് ഗെയിം അവിടെ തീർന്നു, ഇതിനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് അനുമോൾ എടുത്ത തീരുമാനം ആക്ച്വലി നല്ലതായിരുന്നു. ബിഗ് ബോസിന്റെ വിന്നറായിട്ടുള്ള അനുമോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് പുള്ളിക്കാരത്തേക്ക് കിട്ടും. മിനിമം ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും ഒരു ഇന്റർവ്യൂവിന്റെ പുറത്ത്. ഫസ്റ്റ് ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മിനിമം 4-5 ലക്ഷം രൂപ നമുക്ക് ചോദിച്ച് മേടിക്കാം. പിന്നെ വിനു ഒക്കെ കൂടുള്ള സമയത്ത് വിനു നല്ലൊരു എമൗണ്ട് മേടിച്ച് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ആ ഒരു എമൗണ്ട് ഒന്നും എനിക്ക് വേണ്ട, ഉദ്ഘാടനം ആവശ്യം പോലെ ഉണ്ട്, ഉദ്ഘാടനം നടത്തി ഞാൻ എൻ്റെ PR പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനുമോളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താണെങ്കിലും എവിടെ പോയാലും വാല് പോലെ വിനു ഉണ്ട്. യമൻ ഒരു ഒഴിയാവാതെ ആവാനുള്ള എല്ലാ സാധ്യതകളും അനുമോളെ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ ചവിട്ടി പുറത്താക്കി എന്തെങ്കിലും കുറച്ച് ആളുകളും മനസ്സമാധാനമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പൊ അനുമോളെ ദ്രോഹിച്ചവരുടെ അവസ്ഥയൊക്കെ ഇതാണ് കേട്ടോ. അപ്പൊ നമുക്കൊക്കെ ഇനി എന്താണോ വരാൻ പോകുന്നത് എന്തോ, അല്ലാത്തൊരു ജാതി തന്നെ. ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. എന്തൊക്കെ ആവട്ടെ, കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പൊ ശരി, വേറെ വീഡിയോ ആയിട്ട് വരാം, ഉടനെ തന്നെ വരാം. ഓക്കെ, അപ്പൊ ശരി, ബൈ.